ഹലോ ഹായ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉപ്മാവ് കാണിക്കാനാണ് വന്ന്. അത് ഉണ്ടാക്കുന്നത് തന്നെ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വന്ന്. പിന്നെ ഗ്യാസ് കത്തിക്കുക, ചീനച്ചട്ടി വെക്കുക, വെള്ളം പറ്റിയാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം അതിൽ കുറച്ച് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടുമ്പോൾ ഒരു 10 മണി ജീരകം ഇടുക. ജീരകവും കടുവും പൊട്ടിയെന്ന് കണ്ടാൽ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം. ഒന്ന് പൊട്ടി അരിന്ന് കാണുമ്പോൾ അത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ച് അതിടുക. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് വാടുമ്പോൾ ഇഞ്ചി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് വാടുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് 2 മിനിറ്റിൽ ആകുകയും ചെയ്യും. എന്നാലും ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നു. പിന്നെ ഉള്ളിയിട്ട് ഉള്ളീൻ്റെ മേൽ കരുവേപ്പില ഇട്ട് ഇനി ഇതൊന്ന് വാടുമ്പോൾ നമുക്ക് കുറച്ച് കൊത്തമ്പരി ചപ്പ് മുറിച്ച് വെച്ച് അതും അതിലിട്ട് അതിന് വേണ്ടുന്ന ഉപ്പിടുക. എന്നാൽ ഉള്ളിയും വേഗാവും, ഉപ്മാവിനും വേണം. വേണ്ടുന്ന കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം പറന്നതിൻ്റെ ശേഷം നോക്കിയിട്ട് വേണേൽ നമുക്ക് ഇടാം. അതിനിപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് റവ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇളക്കി ഒരു 5 മിനിറ്റ് വറുത്തെടുക്കും. ചില ആൾ ആദ്യം റവ വറുത്തിട്ട് വേറെ പാത്രത്തിൽ മുട്ടിയിട്ട് പിന്നെ വറളിൽ എല്ലാം ഇട്ട് വറുത്തതിൻ്റെ ശേഷം റവ ഇട്ടിട്ട് വെള്ളം പാരും. അങ്ങനെ ചെയ്യാം. ഞാനിത് ഇങ്ങനെയും ഉണ്ടാക്കും അങ്ങനെയും ഉണ്ടാക്കും. ഇത് വറളുന്ന തന്നെ എല്ലാം കൂടി എല്ലാം ഒപ്പരം വറുത്ത് 5 മിനിറ്റ് ഇങ്ങനെ വറുക്കുക. 5 മിനിറ്റ് വറുത്തതിന് ശേഷം പിന്നെ അപ്പുറത്തൊരു ചെമ്പിൽ വെള്ളം വെക്കുക. അതൊന്ന് പതിച്ചാൽ നല്ലതാണ്. ഇനി ഒന്ന് ചൂടായാലും ഇതൊന്ന് ഇളക്കി വറുത്തെടുക്കുമ്പോഴേക്ക് ചൂടായാലും നമുക്ക് ഇതിൽ പറന്ന് എത്ര ഉപ്പ് വേണമെല്ലാം നോക്കി പിടിച്ചിട്ട് ശരിയാക്കും. പിന്നെ 2 റവയുണ്ട്. ഒന്ന് ഇഡ്ഡലീൻ്റെ റവയുണ്ട്, ഒന്ന് ചെറിയ റവയുണ്ട്. സാധാ ഉപ്മാവെല്ലാം ഉണ്ടാക്കുന്ന ചെറിയ റവയാണ് ഇത്, ഇഡ്ഡലീൻ്റെ റവയല്ല. അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് ഇനി ഒന്ന് അതിൻ്റെ ഉപ്പെല്ലാം നോക്കണം. എന്നിട്ട് ഒന്ന് തീ നീട്ടി നമുക്കൊന്ന് അതിനെ തിളപ്പിച്ചെടുക്കുക. വെള്ളം വേണേൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് നോക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി കുട്ടിയതിന് ശേഷം മൂടി വെക്കുക. ഉപ്പ് വേണമെങ്കിൽ ലേശം ഉപ്പിടുക. ഒന്ന് എല്ലാം ഇളക്കി ഇളക്കൂട്ടി വെച്ചിട്ടൊന്ന് മുടിയെടുത്ത് വെക്കുക. മുടിമേൽ അതിൻ്റെ ആവി കയറിയതിൻ്റെ ശേഷം മുടിയെടുത്ത് അതിൻ്റെ അതുള്ള വെള്ളവും മാറ്റി പിന്നെ ഒന്ന് എല്ലാം ഇളക്കി തിരിച്ച് മറിച്ചിട്ട് ബാക്കി വന്ന കരുവേപ്പില ചപ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ കൊത്തമല്ലി ചപ്പുണ്ടെങ്കിൽ അതും എല്ലാം ഇടുക. ചിലയാൾക്ക് തേങ്ങ പരണ്ടിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഇടാം. ചില ആൾ ക്യാരറ്റും ബട്ടട്ടിയെല്ലാം ഇടും. പക്ഷേങ്കിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ കുട്ടിയൊക്കെ ഒന്നും ഇഷ്ടമല്ല. ഇനി എല്ലാം കൂടി ഇളക്കി പിടിച്ച് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിന്നാം. അതിന് പിന്നെ അതിൻ്റെ നിങ്ങൾ നോക്ക്, നിങ്ങളും ഇങ്ങനെയെല്ലാം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ പറയൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ഡിഷുമായിട്ട് വരാം. ബായ്.